ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ടീനേജേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ അല്ല ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് പ്രായമായ ആൾക്കാർക്ക്, അതായത് നേരെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ അച്ഛന്മാർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഇൻഡുസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് അവർ ഹെയർ കളർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് അടങ്ങിയിട്ടുള്ള ഏതൊക്കെ പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇത് ഹെയർ കളറിൻ്റെ ആലോ ഓറഞ്ച് ജെല്ലാണ് ഫസ്റ്റ് ഞാൻ എടുത്ത് കാണിക്കുന്ന ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. നമുക്കിതൊരു ബോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ മിക്സ് ചെയ്യാനുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ആലോ ആഫ്റ്റർ കളർ പ്രൊട്ടക്റ്റീവ് ഷാമ്പൂവും കണ്ടീഷണറാണ്. അപ്പോൾ ഇത് ഷാമ്പൂവും കണ്ടീഷണറും കൂടി കൂടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് രണ്ടാമത്, അതായത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഈ ഒരു പാക്കിലുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജെൽ കളറാണ്, ജെൽ കളറേഷൻ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ കളറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇതിലുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ ഈസ് പായാണ്, ഹെയർ കണ്ടീഷനിങ് മാസ്ക് ആണിത്. ഇത് ലാസ്റ്റ് നമ്മൾ ഹെയർ കളർ ചെയ്തതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലുള്ളത് ഒരു ബ്രഷും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേപ്പറാണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കയ്യിലിടാനായിട്ട്, കയ്യിലാവാതിരിക്കാനായിട്ടുള്ള ഗ്ലൗസും ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത്രയാണ് ഈ ഒരു ബോക്സിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എല്ലാ സെറ്റപ്പോടും കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 599 രൂപയാണ്. ഇത് ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൽ നിന്നാണ് അയച്ചു തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ജെൽ കളറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് 4 എണ്ണമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് 4 പ്രാവശ്യം നമുക്ക് ചെയ്യാനുള്ളത് ഉണ്ടാവും. അധികം ഹെയർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് 4 തവണയോ അങ്ങനെയൊക്കെ ചെയ്യാം. കൂടുതൽ ഹെയർ കളർ ചെയ്യേണ്ടവർക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ആലോ ഓറഞ്ച് ജെല്ല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ഈ ഒരു ജെൽ കളറേഷൻ ഈ ഒരു പാക്കറ്റാണ് നമ്മൾ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഒറ്റ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഈ ഒരു പാക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇത് കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരുന്നു കേട്ടോ. നമുക്ക് ബാലൻസ് വന്നതെന്നുള്ളൂ, തികയാതെ ഒന്നും ഇരുന്നില്ല, കറക്റ്റ് ക്വാണ്ടിറ്റി തന്നെയായിരുന്നു. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ സത്യത്തിൽ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസിന് വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബിലും കൂടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തപ്പോൾ എനിക്കത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒന്ന് കാണുമ്പോൾ ഒന്ന് തിരിച്ച് വെച്ച് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ആലോ ഓറഞ്ച് ജെല്ലും അതുപോലെ തന്നെ ആ ഒരു ജെൽ കളറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കിട്ടുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പയറ് പൊടിയുടെയൊക്കെ ഒരു കളറാണ്. പക്ഷെ നമ്മളത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് നല്ല ഒരു ഡീപ്പ് ബ്ലാക്ക് കളറാണ് നമുക്കിത് കിട്ടുക. ഞാൻ പറഞ്ഞിരുന്നു പപ്പട തലയിലാണ് പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പപ്പട ഹെയർ ഇങ്ങനെ ഹെയർ കളർ ചെയ്യുന്നത് കേട്ടോ. ആളങ്ങനെ ഡൈ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചോദിച്ചപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഓക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ തുടങ്ങിയാണ്. അപ്പോൾ ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിൽ നിന്ന് തുടങ്ങാൻ. ഞാൻ ഫ്രണ്ട് കാണിക്കുന്നില്ല കേട്ടോ. ആൾക്ക് വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്തതിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ ആവാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ ധൃതി പിടിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവുകളൊക്കെ ഈ വീഡിയോയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഗ്ലൗസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൈമേക്ക് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. അപ്പം ഞാനത് വിട്ടു പോയതാണ്. ഗ്ലൗസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ധൃതി പിടിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ അതിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ഗ്ലൗസ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ കൈമേക്ക് ആയിക്കഴിഞ്ഞാൽ പോവേയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് എവിടെയൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 30 മുതൽ 45 മിനിറ്റ്സാണ് നമ്മുടെ ഹെയറിൽ വെക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ വാഷ് ചെയ്ത് കളയുന്നത്. അത്ര നേരം നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 35 മിനിറ്റ്സാണ് ഹെയറിൽ വെച്ചത്. അതിനുശേഷം ജസ്റ്റ് നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്കേജിലുണ്ടായ ആലോ ആഫ്റ്റർ കളർ പ്രൊട്ടക്റ്റീവ് ഷാമ്പൂയും കണ്ടീഷണറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഹെയറിൽ നമ്മൾ ഷാമ്പൂ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് എമൗണ്ട് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ ഈ പ്രൊഡക്റ്റ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. അത് നല്ല അടിപൊളി സ്മെല്ലാണ്. ഷാമ്പൂവിൻ്റെ ആയാലും കണ്ടീഷണറിൻ്റെ ആയാലും ഹെയർ കണ്ടീഷണർ മാസ്കിൻ്റെ ആയാലും അതുപോലെ തന്നെ ആലോ ഓറഞ്ച് ജെല്ലിൻ്റെ ആയാലും അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്പായാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഹെയർ കണ്ടീഷനിങ് മാസ്കാണ്. അത് നമ്മൾ കുറച്ചെടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ തലയിൽ മുടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 4 സ്റ്റെപ്പാണ് നമുക്ക് ആകെ ഉള്ളത്. ഈ ഒരു 4 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ടാവും. നമ്മൾ തേച്ച കളറൊക്കെ ഫസ്റ്റ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ പോകും കേട്ടോ. അതിനുശേഷം നമുക്ക് ഹെയർ കണ്ടാൽ തന്നെ അറിയാം നല്ലോണം നമ്മുടെ ആ ഒരു വൈറ്റ് കളർ മാറിയിട്ട് നല്ലോണം ബ്ലാക്ക് ആയിട്ടുണ്ട് എല്ലായിടത്തും. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് കാണാം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ചില ഭാഗത്തൊക്കെ ആവാതിരുന്നിട്ടുണ്ട്. അത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഹെയർ കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ 1 മാസമായിട്ട്, 1 മാസം മുന്നത്തെ വീഡിയോ ആണിത്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത് കേട്ടോ. ഒരു 3-4 ആഴ്ച നമുക്കിത് ലാസ്റ്റ് ചെയ്ത് നിന്നിട്ടോ. അതിന് ശേഷമാണ് കുറച്ചൊക്കെ പോയി തുടങ്ങിയത്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഒരു 35 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന് താഴെയുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മേടിച്ച് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. റേറ്റ് വരുന്നത് 599 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇൻഡസ് വാലിയുടെ ന്യൂ ഡാമേജ് ഫ്രീ ജെൽ കളർ ടച്ചപ്പ് പാക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അമോണിയ ഇല്ല, പാരബൻസ് ഒന്നുമില്ല. നല്ല അടിപൊളി പാക്കാണ് ഇത്. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ മുന്നത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിക്ചർ. അപ്പോൾ അതും കാണുമ്പോൾ തന്നെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.